ഹലോ, അങ്ങനെ മരണമാസം കണ്ടു. ഡാർക്ക് ഹ്യൂമറാ പോലും, കോപ്പാണ്. എന്നാ ഊമ്പിയ പടമാണ് എടുത്തു വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ബേസിലിന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞ കളർ അടിക്കുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഷർട്ട് മാറ്റുക, അതിൽ കൂളായി അല്ലെങ്കിൽ കിടിലും ആക്ടിങ് ആയെന്ന്. നോ മാൻ, സുരേഷ് കൃഷ്ണയുടെ ഭാഗം അടിപൊളിയായിരുന്നു, നമുക്കിരുന്ന് കണ്ടുകൊണ്ടിരിക്കാം. രാജേഷിന്റെ ഈ ഒരു രൂപം ഞാൻ കണ്ടിട്ടില്ല. രാജേഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള പ്ലോട്ടുകൾ എത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ബേസിൽ ജോസഫിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ആൾക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ. പടത്തിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ മോശമാണ്. സിനിമാറ്റോഗ്രഫി ചില ഫ്രെയിംസ് ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സബ്ജക്റ്റിനെ വളരെ സെൻട്രലാണ് വെച്ചേക്കുന്നത്. മ്യൂസിക്കും എനിക്ക് ഒത്തിരി അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല കേട്ടോ. പിന്നെ ബസൂക്കയിലും ഒരു ബസ്സിൽ, ഇതിലും ഒരു ബസ്സിൽ എന്തു ചെയ്ത് സംഭവം. ബസ്സിൽ കൊലപാതകം നടക്കുന്നു, പെപ്പർ സ്പ്രേ അടിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സുരേഷ് കൃഷ്ണയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ട് കാണിക്കുന്നത് തൂറിവാരി എന്ന് പറയുന്ന നമ്മുടെ സ്വാമിനിയമ്മ. മരണമാസം ഒരു ബിലോ ആവറേജ് മൂവിയാണ്. ഞാൻ ഇതിനെ 5 1/2 റേറ്റ് ചെയ്യുന്നു. അപ്പൊ അടുത്ത പടത്തിന് റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.